കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഒടുവിൽ പറയാം ഇത് എന്തിനുള്ളതാണെന്ന്. ഈ ചെടി എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമല്ലോ. ഇപ്പോൾ അറിയത്തില്ല, ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ചെടിച്ചട്ടിയിലൊക്കെ മേടിച്ച് വെക്കുന്ന ചെടികളാണ് കൂടുതലും. ഇങ്ങനത്തേതായ ചെടികളൊക്കെ കുറവാണ്. പക്ഷേ ഞങ്ങൾ ഈ ഗ്രാമപ്രദേശത്ത് ഒക്കെ താമസിക്കുന്നവരുടെ വീട്ടിൽ ഈ ചെടിയൊക്കെ കാണാതിരിക്കുകയില്ല. പക്ഷേ ഇത് നല്ലൊരു ഔഷധ ചെടിയാട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന ഈ ചെടി നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഔഷധമാണിത്. ഇത് നല്ലൊരു ഔഷധമാണ്. ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കൂട്ടുകാരെ. എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണും അല്ലേ. ഇത് പഴുതാരകൊല്ലി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പഴുതാരയുടെ ഒരു ഷേപ്പൊക്കെ ഇതിനുണ്ടല്ലേ. പിന്നെ നമ്മുടെ തുളസിയില, ഞാൻ 2 തുളസിയില പറിച്ചുകൊണ്ട് വന്ന കേട്ടോ. 2 തുളസിയില അവിടുന്ന്. ഇത് നമ്മുടെ കൃഷ്ണ തുളസി എന്ന് പറയും. കൃഷ്ണ തുളസിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. എന്ത് രോഗത്തിനും കൃഷ്ണ തുളസി നല്ലതാണ്. കൃഷ്ണ തുളസിയുടെ ഇലയൊന്ന് വാട്ടി, വേറെ ഒന്നും വേണ്ട, അതിൻ്റെ ഇലയൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ നീരെടുത്ത് നമുക്ക് ചുമയുള്ളപ്പോഴൊക്കെ ഇച്ചിരി കുടിച്ചാൽ നല്ലതാട്ടോ. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മഞ്ഞളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതാണ് നമ്മുടെ മഞ്ഞൾ. ഞാൻ 2 മഞ്ഞളും മാന്തിക്കൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ മണ്ണിലെ പൊന്നല്ലേ മഞ്ഞൾ. ഇതൊക്കെ എല്ലാ ഔഷധമാണ് മഞ്ഞൾ. പണ്ടൊക്കെ നമ്മൾ മുഖത്ത് വെളുക്കാനായിട്ട് നമ്മൾ മുഖത്ത് കൂടുതലും മഞ്ഞൾ തേക്കുമായിരുന്നല്ലേ. ഞാനൊക്കെ ഇഷ്ടം പോലെ തേച്ചിട്ടുണ്ട്, കറുത്തല്ലേ ഇരിക്കുന്നു ഒന്ന് വെളുക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ പിള്ളേർ ഇത് വല്ലതും തേക്കുമോ? ഇന്ന് കാശ് കൊടുത്ത് ഇഷ്ടം പോലെ ക്രീമുകൾ കിട്ടും മേടിക്കാനായിട്ട്. ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഞാനൊക്കെ ഇഷ്ടം പോലെ മഞ്ഞൾ തേച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് വെളുത്ത് കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട്. അപ്പം നമുക്ക് ഈ 3 സാധനങ്ങളല്ലേ, ഇത് നല്ലതാണ്. നമ്മൾ പഴുതാര നമ്മളെ കടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. ഈ 3 കൂട്ടവും കൂടെ നമ്മൾ അരച്ച് പഴുതാര എവിടെയാണോ കടിച്ചത് അവിടെ ഇങ്ങനെ പുരട്ടുക നല്ലപോലെ. തുടരെ പഴുതാര കടിച്ചാലത്ത് നല്ല വേദനയാണ് തന്നെയും പെട്ടെന്ന് ഇങ്ങനെ നീര് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ തടിച്ചു വരും. അപ്പം നമ്മൾ ഇത് അരച്ചിട്ട് ഇത് 3ഉം കൂടെ സമം ചേർത്ത് നല്ല പോലെ അരയ്ക്കുക. ഇത് അരയ്ക്കണമെങ്കിൽ കല്ലേ വെച്ച് അരയ്ക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി പാടാട്ടോ, നല്ല കട്ടിയായതുകൊണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ഏറെ എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഈ മഞ്ഞളും തുളസിയിലയും 3 കൂട്ടവും കൂടെ നമ്മൾ അരച്ചെടുക്കണം. പണ്ടൊക്കെ കല്ലേ വെച്ചായിരുന്നു അരയ്ക്കുന്നത്. പിന്നെ ഈ മരുന്ന് അരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് മരുന്നാണെങ്കിലും നമ്മൾ വിഷത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പം നമ്മൾ സ്വയം ചെയ്യരുത്. സ്വയം ചെയ്യാതെ ആരെങ്കിലും രണ്ടാമതൊരാൾ നമുക്ക് മരുന്ന് അരച്ച് തന്ന് നമ്മളിട്ടാലേ നമ്മുടെ എന്തുവാണെങ്കിലും അതിന് പിടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട് ഇതൊന്ന് അരപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കയ്യെ തുടരെ ഇടുന്നത് പോലെ തന്നെയും നമ്മൾ നല്ലപോലെ അരയ്ക്കുമല്ലോ. നല്ലപോലെ അരച്ച് കഴിഞ്ഞ് ഒരു കുഞ്ഞുരുള, ഒരു മിഠായിയുടെ അത്രയും വലിപ്പമുള്ള ഉരുള എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ ഇത് കഴിക്കണം. ഉള്ളി കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷവും എല്ലാം പോകും. ഞങ്ങളൊക്കെ പഴുതാര കടിച്ചാലും എട്ടുകാലി കടിച്ചാലും ഒക്കെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇടുമ്പോൾ തുടരെ ആ നേരത്തോട് നേരം കഴിഞ്ഞാലേ നമുക്കൊരു കയ്യിൽ ഒരു നീരൊക്കെ വരുമ്പോൾ അത് പോവുള്ളൂ. അപ്പം നമ്മളത് ഇച്ചിരി ഏറെ അരച്ചെടുത്തിട്ട് അതിങ്ങനെ ഉണങ്ങി കഴിയുമ്പം തുടരെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് പഴുതാര കടിച്ചെടുത്ത് അതെല്ലാം പോയി നീരും പെട്ടെന്ന് വലിയുകയും ചെയ്യും, വേദന എടുക്കത്തില്ല കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളെൻ്റെ ചെറിയ അറിവുകളൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ, നമുക്ക് ഒരു പഴുതാരയോ എട്ടുകാലിയോ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും മനുഷ്യരുടെ ശരീരം നീര് വെക്കുകയാണ്. തേനീച്ചൊക്കെ കുത്തിയാൽ അതിനെല്ലാം ഇത് മരുന്നാണ്. ഇതൊരു ഒറ്റമൂലിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ ഇതുപോലത്തെ കൊച്ചു അറിവുകളുമായിട്ട് വരും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്